സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പൊടിപടിക്കവേ വെളിപ്പെടുത്തലുമായി ശാന്തിവിള ദിനേശ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏകപക്ഷീയമാണെന്ന് ദിനേശ് ആരോപിക്കുന്നു. WCC അംഗങ്ങളിൽ ചിലർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കമ്മിറ്റി രേഖപ്പെടുത്തിയത്. എന്നാൽ ആരോപണ വിധേയനോട് അക്കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊരുവിധ വിശദീകരണവും തേടിയിട്ടില്ലെന്നും ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നു. ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് പറ്റിയ അബദ്ധമാണെന്നും ശാന്തിവിള ദിനേശ് കലാകൗമുദിയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ ഇപ്പൊ ഇവർക്ക് ഹേമ കമ്മീഷന് മുൻപ് മൊഴി കൊടുത്തതെല്ലാം മറ്റേ പഴയ ജനറേഷൻ ആയിരിക്കും അല്ലേ? പഴയ ജനറേഷൻ മാത്രമല്ല, വിനയനെ പോലെ വെട്ടി നിർത്താൻ നടക്കുന്ന കുറെ പേര്. വിനയൻ 4 പ്രാവശ്യം മൊഴി കൊടുത്തെന്ന് പറഞ്ഞാൽ അറിയാലോ എന്തായിരിക്കും. ദിലീപിനും മോഹൻലാലിനെതിരെയാണെന്നുള്ള ഉറപ്പാണ്. മനസ്സിലായി. ആദ്യത്തെ അപ്പൊ ഈ ഹേമ ചെയ്യേണ്ടത് എന്താ? എവര് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന ആ ആളുകളെയും കൂടെ വിളിച്ച് ചോദിക്കണ്ടേ? അത് ശരി. സൈഡായിപ്പോയി. മൊഴി എടുത്ത ഇത് മാത്രമാണ് ഇവര് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല, മറുസൈഡ് അവർ ചോദിച്ചില്ല. അത് മാത്രമല്ല, മറുസൈഡ് ഇല്ല. കോടതിയിൽ വാദിയില്ലാതെ പ്രതി ഉണ്ടാവും. മനസ്സിലായി. അത് ശരി. ഭയങ്കര മണ്ടത്തരം. പിണറായി വിജയൻ ഓവർ സ്മാർട്ട് കളിച്ചതാണ്. അയാൾ ഇപ്പൊ വെട്ടില്ലായി. അത് ശരി. അപ്പൊ അതായത് ഇവരുടെ ഈ ഇരകളെന്ന് പറയുന്ന ആൾക്കാരുടെ മാത്രമേ കാണുള്ളൂ. അവര് ആരോപണ വൺ വേ മാത്രമേ. ഈ വിനയൻ ഇരയല്ലല്ലോ. മനസ്സിലായി. വിനയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ പറ്റി എന്ത് ചരിത്രം അറിയാമെന്ന്. അയാളെ ചരിത്രം അറിയാൻ നിങ്ങൾ അയാളുടെ അടുത്തൊന്നും സംസാരിക്കില്ല. കാരണം ശ്വാസം നിങ്ങളെ മൂക്കി തട്ടിയാൽ നിങ്ങൾ വീഴ്ച പിടിക്കും. അങ്ങനത്തെ പ്രഭാവമുണ്ട്. മനസ്സിലായി. അപ്പൊ ഇവരിപ്പോ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഉടനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് ഇത്രയും വിവാദം ഉണ്ടാവേണ്ടത് നോക്കേണ്ടത് എന്തായിരുന്നു? കമ്മീഷനിലൊക്കെ പരാതി കൊടുത്താലേ അതിന് നിശ്ചിത സമയമില്ലേ, അല്ലെങ്കിൽ ഫൈനടിക്കില്ലേ? ഈ മലയാളി ഇങ്ങനെ ഈ റിപ്പോർട്ട് വായിക്കാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പടക്കം മുട്ടിയിരിക്കുമ്പോഴാണ് ഓരോരുത്തന്മാരോട് പരാതി കൊടുത്തേക്കണേ. അല്ല, ഇതൊരു സംശയം. ഇതിപ്പോ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുമ്പോൾ സർക്കാരിനെ തന്നെ അറിഞ്ഞൂടെ ഒരു തലവേദന പിടിച്ച റിപ്പോർട്ടായി? ഇന്നലെ ഏതൊരു ചാനലിൽ പറഞ്ഞാലും പിണറായിക്ക് ഇതിന്റെ ഗുരുതരമായ അവസ്ഥ അറിഞ്ഞൂടായിരുന്നു. അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ ഇറങ്ങുന്ന കുരുതുകാർ വിട്ട് അറിയില്ല, അല്ലെങ്കിൽ സിനിമയിൽ രാഷ്ട്രീയക്കാർ മാത്രമേ സിനിമാക്കാർ ഇങ്ങനെ ഉണ്ടെന്ന് ഇയാൾ കരുതി കാണില്ല. അത് ശരി. WCC അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാനൊരു കമ്മിറ്റി വെച്ച് അന്വേഷിക്കാം കേട്ടോ. ഇയാൾക്ക് വെട്ടില്ല, ഇയാൾ വെട്ടില്ലായി. മനസ്സിലായി. ഇപ്പൊ കോടതിയിൽ 10-ാം തീയതി ജഡ്ജി എന്താണ് പറയണമെന്ന് നമുക്കില്ല അറിയോ? മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവരെ വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ കൊണ്ടുവന്ന് ഇതിൽ കയറ്റി വിടുക എന്ന് പറഞ്ഞല്ലേ. അതിനകത്ത് മമ്മൂട്ടിയുടെ പേര് ആരോപണമുണ്ടല്ലേ? പിന്നെ മമ്മൂട്ടി വേറുണ്ട്, സുരേഷ് ഗോപിയുടെ വേറുണ്ട്. അതായത് ആർക്കൊക്കെ ആരോട് പകയുണ്ടോ അവരെയൊക്കെ പേരങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ റിപ്പോർട്ടിനകത്ത് ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തതെല്ലാം വ്യക്തിവിരോധമുള്ള ആൾക്കാരായിട്ട് കൊടുത്താണ്. അല്ലെങ്കിൽ ഞാൻ കേട്ടെ വിനയൻ 4 പ്രാവശ്യം എന്നിട്ട് അവ അന്തസാരി ചാനലിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് എന്റെ സ്വന്തം ബസ്സിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നാണ് ഞാൻ ഹേമയ്ക്ക് മറുപടി. 4 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എന്തിനാണ് വന്നത്? പരദൂഷണം പറയാൻ. ഈ മലയാള സിനിമയിലെ നൊട്ടോറിയസ് എന്ന് എന്നോട് പെട്ടെന്ന് ഒരാളെ പറയാൻ ഇവനെ ആദ്യം രണ്ടാമത് കമലിനെ പറയുള്ളൂ. ഇവനാണ് മൊഴി കൊടുത്തത്. ഈ മൊഴിയാണ് ഹേമ വിശ്വസിച്ച് വെച്ചേക്കണത്. മനസ്സിലായോ? ഭയങ്കര മണ്ടത്തരായില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. വാദി ഇപ്പൊ തന്നെ ഹൈക്കോടതി ഇങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കല്ലേ, കൊടുത്താലേ ഹൈക്കോടതി 10-ാം തീയതി അത് വായിച്ചിട്ട് വാദിയില്ലാതെ കേസെടുക്കാൻ പറയാൻ പറ്റുമോ? അതാണ് സർക്കാരും പറയുന്നതല്ലേ, ഇതിനകത്തൊരു വാദിയില്ല എന്ന് മാത്രമല്ല ഹേമ എഴുതി കൊടുത്തിരിക്കുകയാണ്, ഹേമ കത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരാളിന്റെ പേര് പുറത്തു വിടരുത്, അവരുടെ അവകാശങ്ങളെ പുറത്തു വിടരുതെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ 6 പേര് സർക്കാർ പറയും. അപ്പൊ അതായത് അങ്ങനെ ഒരു ക്ലോസ് വെക്കാൻ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അവരിൽ നിന്നുള്ള പ്രതികരണം എടുക്കാത്തതുകൊണ്ടാവാം അല്ലേ? എന്നിട്ട് അവരെ കിട്ടിയ വീഡിയോ വാട്സാപ്പ് സന്ദേശങ്ങളൊന്നും അവര് സർക്കാരിന് കൈമാറിയില്ല. അതായത് തീർത്ത് സ്വകാര്യമാണെന്നുള്ള അവരുണ്ട്. സർക്കാരിന് കൊടുത്തിട്ടില്ല. ഇതൊന്നും അറിയാതെയാണ് ഇവിടുത്തെ ചാനലുകളിൽ ചർച്ചയോട് ചർച്ച. നിങ്ങൾ കണ്ടില്ലേ, മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടം 3 ദിവസം എല്ലാ വലിയ ചാനലുകളും അടിച്ച്. മമ്മൂട്ടിയുടെ പടം മത്സരത്തിന് പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എവിടെയായിരുന്നു? കള്ളങ്ങൾ പറഞ്ഞാൽ ഒന്ന് തിരുത്താനെങ്കിലും അബദ്ധം പറ്റിയ തിരുത്തണ്ടേ? ഇവന്മാർ പറഞ്ഞില്ല, ഒരു മിണ്ടിയില്ല. മനസ്സിലായി. അപ്പൊ ഈ വ്യക്തിവൈരോഗ്യം തീർക്കാൻ വേണ്ടി ഹേമ കമ്മീഷന് മുന്നിൽ ഈ അഭിനേതാക്കള് കുറെ കാര്യങ്ങൾ വിവരിച്ചു. അഭിനേതാക്കൾ മാത്രമല്ല, അഭിനേതാക്കളാണെങ്കിൽ വിനയം പോണേ എങ്ങനെ, ബൈജു കൊട്ടാരക്കര പോണേ എങ്ങനെ? അപ്പൊ ഇവര് ഹേമ കമ്മീഷൻ എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ സെലക്ട് ചെയ്തത്? അതാ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. കണ്ണൂരുള്ള ലിബർട്ടി ബഷീറിനെ വിളിച്ചു. അതുകൊണ്ട് അഭിനയം പറയും ബഷീറിനെ വിളിച്ച് സംസാരിക്കണമെന്ന്. അപ്പൊ വിനയം വന്നും ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഇടവള ബാബുവിനടക്കം 4 പേർക്ക്. കണ്ണൂരുള്ള തലശ്ശേരി കിടക്കുന്ന ലിബർട്ടി ബഷീർ വന്നു. തിരുവനന്തപുരത്തുള്ള ദിനേശിനെ മൊഴിക്ക് വിളിച്ചില്ല.
നമ്മളെ അടിച്ചു കൊടുക്കൂലായിരുന്നു. ശാരദാമ്മയോട് ചോദിക്കില്ലേ, ശാരദാമ്മ നിങ്ങൾ 40 വർഷമായിട്ട് മൂത്രം ഒഴിച്ചില്ലെന്ന് ഞാൻ ചോദിക്കില്ല. ആഹാരം കിട്ടണമെങ്കിൽ, നല്ല ആഹാരം കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാമദ്രോഹിയുടെ നാക്ക് പുഴുക്കൂല്ലേ. മനസ്സിലായി മനസ്സിലായി. അതായത് എനിക്ക് തോന്നുന്നു ശാരദ കമ്മീഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എനിക്കറിയില്ല, അവരെന്തോ ഈ മൂത്രം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ എതിർത്തു എന്ന് പറയുന്നു. മനസ്സിലായി. അപ്പൊ അവരെ പറഞ്ഞ് ഫീഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല. അവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇവിടെ നടക്കുന്നു എന്നായിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ മോഹൻലാലിൽ നിന്ന് രഹസ്യമായിട്ട് ഞാൻ ആരുടെയും പറയില്ല, എനിക്കൊരു കുട്ടിയെത്താന്ന് പറയുന്നത് എത്ര പെമ്പിളറുള്ള നാടെന്നറിയാം. ഗോതമ്പിന്റെ ഒക്കെ എത്ര പേരെ രക്തത്തിൽ എഴുതിയത് എനിക്കൊരു കൊച്ചിനെത്താന്ന്. ഞാൻ നീയാണ് അച്ഛനെന്ന് പറയില്ല. ആ നാട്ടിലാണ് ഈ പറഞ്ഞ മൂത്രം ഒഴിക്കാൻ സമ്മതിക്കില്ല, ആഹാരം തരണമെങ്കിൽ കിടന്നു കൊടുക്കണം, പിന്നെ കാരകം 5 വാരൊക്കെ കൊടുക്കുന്നുള്ളൂ. എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് 1000 പേര് അഭിനയിക്കുക, ആൾക്കൂട്ടായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ കാരകം കൊടുക്കണം. നല്ല ചോദിക്കും. അല്ല, ഇതിപ്പോ ഈ അമ്മ പ്രതികരിക്കണം എന്ന് പറയുമ്പോ അമ്മയുടെ പ്രതികരണവും ഇതിപ്പോ അവർക്കും ഇതിനകത്ത് ആരോപണ വിധേയർ ആരാണെന്ന് അവർക്കും അറിയില്ലല്ലോ. ഞാനതല്ലേ ചോദിക്കുന്നത്, വാദിയില്ലാതെ പ്രതിയെ പറ്റി എന്ത് പറയണമെന്നേ? വാദി പറഞ്ഞ ഇന്നാള് പറഞ്ഞെന്ന് പറയണ്ടേ? മനസ്സിലായി. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരാതി തന്നിട്ടുണ്ടെന്ന് അമ്മയെ കൊടുക്കാതെ അമ്മ എങ്ങനെ നടപടി എടുക്കും? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് കറക്റ്റ് ആണല്ലേ, വാദി ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് കേസെടുക്കാൻ പറ്റില്ല. 100% മുഖ്യമന്ത്രി കൃത്യമായ നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല. പക്ഷെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷനെ നിയമിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ ഈ WCCയിലെ ആളുകളെ കണ്ടപ്പോൾ കൺട്രോൾ ചെയ്തതാണ് പുള്ളിക്ക് പറ്റിയ അവസ്ഥ. മനസ്സിലായി. ഈ പറയുന്ന ഈ മറ്റേ ഈ WCCയോടൊപ്പം ആരംഭകാലത്ത് ഉണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നീട് എവരോടൊപ്പം വിട്ടുപോയെന്ന് പറയുന്ന നടിയെ മഞ്ജു അവള് മറ്റേ കസബ എന്ന് പറഞ്ഞ പടത്തിലെ മമ്മൂട്ടി എതിരെ നിൽക്കുന്ന പോലീസ് ഓഫീസറുടെ ബെൽറ്റി കുത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതിൽ അഭിനയിച്ച മമ്മൂട്ടിയെ ഈ WCCയിലെ ഒരു പെണ്ണ് ഊളാന്നൊക്കെ വിളിച്ചല്ലോ. ആ ഒറ്റ പ്രശ്നത്തിൽ അവർക്ക് മനസ്സിലായി ഇതില് വ്യക്തിവിരോധം തീർക്കാനാണ് ഈ സംഘടന. അവള് ഞാൻ എല്ലാ ബന്ധുവും അവസാനിപ്പിച്ചു എന്ന് ഇറങ്ങിപ്പോയി. മഞ്ജു പോയത് ഒറ്റ മമ്മൂട്ടിയെ ഊളാന്ന് വിളിച്ച ഒറ്റ കാര്യത്തിലാണ്. ഇങ്ങനെ മമ്മൂട്ടിയെ പോലെ ബഹുമാനിതനായ ഒരു മനുഷ്യനെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു സംഘടനയിൽ ഞാനില്ല. ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ. ഈ മമ്മൂട്ടി എന്തിനാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ആളെളുപ്പമുള്ളതുകൊണ്ട് മോഹൻലാൽ പറയാം, അതെ ഞാൻ ജോണി ലൂക്കസിന്റെ പറഞ്ഞില്ലേ 3000 പേരല്ല ഞാൻ 6000 പേരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടി പറയില്ല, ഒരു പാവമല്ല, അത് പറയില്ല. മമ്മൂട്ടിയും പിണറായി പാവമാണ്. ഈ പിണറായി അല്ലാതെ വേറൊരു മുഖ്യമന്ത്രി ഇങ്ങനെ തെറി വിളിക്കാവോ? ഇയാൾ ഈ മസിലും പിടിച്ച് കട്ടയ്ക്ക് മറ്റേ കഷ്ടത്തിൽ 2 കട്ടയും വെച്ച് ഇങ്ങനെ നടക്കുന്നുള്ളതല്ല, ഇയാളൊരു പാവമാണെന്നേ. അത് തന്നെയാണ് മമ്മൂട്ടിയുടെ അവസ്ഥ. അയാൾ ഈ മസിൽ പിടിക്കും, പക്ഷേ ഇതുപോലെ ഒരു സാധുണ്ടോ? ആദ്യങ്ങളെ പുറത്തല്ലേ കുതിര കയറുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ എതിരെ കുറച്ച് നാളായിട്ട് സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അവർക്കെതിരെ. രൂപീകരിച്ച മുതൽ ഇത് 2 ഇതായില്ലേ, 2 പക്ഷമായില്ലേ. ഇന്ന് മുതൽ ഫെഫ്കയ്ക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പ്രബല ഗ്രൂപ്പുണ്ട്. അവരുടെ ലീഡർ എന്ന് പറയുന്നത് ഇയാളാണ്, വിനയനാണ്. വിനയന്റെ കൂടെ നിൽക്കുന്ന ലിബർട്ടി ബഷീർ അടക്കം ഒരു സംഘം ആൾക്കാരുണ്ട്. ഞാൻ കേട്ടെ തുളസീദാസിനെ പോലെ ഒരു മണ്ടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദിലീപിനെതിരെ ദിലീപൻ കളിച്ച കളിയിലല്ലേ, തുളസി നിന്നുകൊടുത്തില്ലല്ലേ മാറ്റ് ഫെഡറേഷൻ പൊളിഞ്ഞത്. കാരണം ആ കമ്മിറ്റിയിൽ ഞാനുണ്ട്. ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് ഡിസംബറിനുള്ളിൽ, അപ്പൊ അത് ആഗസ്റ്റിലെന്ന് തോന്നുന്നു, ഡിസംബറിനുള്ളിൽ ദിലീപിന്റെ ഡേറ്റ് ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട്, തുളസീദാസിന് വാങ്ങിക്കൊടുക്കാനായിട്ട് തുളസീദാസിന്റെ അസിസ്റ്റന്റുമാരായ ജോണി ആന്റണിയെയും ലാലു വേറെ ആരോ ഒരാൾ 2 പേരെ ഏർപ്പാടാക്കുന്നു. എന്നിട്ട് പറയുന്നു വൈകുന്നേരത്തെ യോഗത്തിൽ നമ്മൾ തുളസീദാസിനെ പ്രസംഗിപ്പിക്കരുത്, തുളസിയുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് മാത്രമേ പറയാവുന്നു. എല്ലാം സംബന്ധിച്ചിട്ട് വിനയം പോകാൻ നേരത്ത്, ആഹാരം കഴിക്കാൻ പോകുന്ന നേരത്ത് വാ തുളസി ഞാൻ വാങ്ങിത്തരാമെന്ന് തുളസിയെ കാറ് കയറ്റിക്കൊണ്ടേ. ഞാൻ അപ്പ കമലിനോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തെ ജനറൽ ബോഡി യോഗം കുളമാകും. കാരണം അയാളെ ബ്രെയിൻ വാഷ് ചെയ്യും. കാരണം ദിലീപിനിട്ട് അടിക്കാനല്ലേ ഇയാൾ ഇരിക്കുന്നത് വിനയ്. യോഗത്തിൽ വന്നിട്ട് ആദ്യം പറഞ്ഞു നമ്മുടെ പ്രിയ സഹോദരൻ തുളസിദാസ് സംസാരിക്കട്ടെ. യോഗത്തിൽ പറഞ്ഞത് സംസാരിപ്പിക്കരുതെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തിട്ട് ആദ്യം തുളസിയെ കൊണ്ട് സംസാരിപ്പിച്ചു. അവൻ കരഞ്ഞും കൊണ്ട് എന്റെ ഡേറ്റ് പോയി, എന്നെ ദിലീപ് പറ്റിച്ച് കരഞ്ഞു. അവിടെയല്ലേ മാറ്റ് ഫെഡറേഷൻ വീഴുന്നത്. വിചാരിച്ചില്ല ഇങ്ങനെ വീഴുന്നു ഉണ്ടാവുന്നത്. ഈ നമ്മുടെ ഇപ്പൊ ഈ സംവിധായകരുടെയൊക്കെ ഒരു പാനൽ ഇപ്പൊ എങ്ങനെയാണ് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായം? അല്ല, ഇന്നലെ ഹരികുമാറിന്റെ ഒക്കെ പേര് പുറത്തു വന്നിട്ടില്ലേ? മാമക്കോയ, സുധീഷ്, ഒരു പെണ്ണ് കോഴിക്കോട്ട് ഒരു പാവം പെണ്ണ് പറഞ്ഞിട്ടില്ലേ? അതെ, അത് കേട്ടു. പക്ഷേ ഹരികുമാർ ഹരിഹരനായി പോയി ജീവിച്ചിരിക്കുന്ന ഹരിഹരനെ എന്നിട്ട് ചത്ത്. പക്ഷെ ആള് പറഞ്ഞു കാറ്റുമഴി എന്ന പടമാണ് മരിച്ചു സംവിധായകൻ എന്ന് പറഞ്ഞു. പക്ഷെ പേര് ഹരിഹരൻ എന്നാ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ഇവിടെ പെണ്ണുള്ളിടത്തെല്ലാം ഉണ്ടെന്ന്. പിന്നെ ഈ പിടിച്ചു വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം.
മനസ്സിലായി. ഈവൻ ടേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിനപ്പുറം പിടിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും അവർ പുറത്ത് പറയുകയും ചെയ്യണം. ഈ രഞ്ജിനി അപ്പൊ കോടതി സമീപിച്ച് എന്തായിരിക്കും അപ്പൊ രഞ്ജിനി? ഞാൻ കേട്ടെ, അവള് പറയുന്നത് ഞാൻ മറ്റേ എന്തോ അമ്മ മെമ്പറാണ്, അല്ല ഈ കർണാടക WCC അംഗമാണ്. WCC-കാരും മൊഴി കൊടുക്കാൻ പോയില്ല. എറണാകുളത്തും തിരുവനന്തപുരം വരെ വരാൻ വയ്യാന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാശ് മുടക്കി പോയി, ഞാൻ വ്യക്തിപരമായി മൊഴി കൊടുത്തു എന്നാണ് അവൾ പറയണേ. അപ്പൊ അത് അവര് WCC അവളുടെ കയറി മുടക്കി. അവള് പറഞ്ഞു പറയുന്നതിലേക്ക് ഞാൻ എന്റെ പൈസ കൊടുത്ത് എന്റെ കാറ് പിടിച്ച് ഞാൻ പേരാണെന്ന് അവള് പറഞ്ഞു. എന്നിട്ട് അവള് ഒന്ന് പച്ച കള്ളാണ് പറഞ്ഞെടുത്തത്. അതായത് സിനിമയിൽ അഭിനയിക്കുമ്പോ 80കളിൽ അഭിനയിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പിടിച്ചിരിക്കാൻ പറ്റാത്തതാണ് ഞാൻ സിനിമ അഭിനയം മതിയാക്കി എന്നാണ് അവൾ പറഞ്ഞത്. അവള് തിരുവനന്തപുരത്ത് സാന്ദ്ര അല്ല ഒരു കണ്ടകാവ്യം നിന്ന് സാന്ദ്രം എന്ന പടം പ്രൊഡ്യൂസറുടെ ഒരു കണ്ടകാവ്യം എന്ന ഒരു പുതിയ സംവിധാനം ചെയ്യുന്ന സെറ്റില് അഭിനയിച്ചുകൊണ്ട് നിന്ന് പാതി സായികുമാറിന്റെ കൂടെ പകുതി അഭിനയിച്ചിട്ട് അവളെ കാമുവിന്റെ കൂടെ സിംഗപ്പൂരിലേക്ക് മുങ്ങി. സിംഗപ്പൂരല്ല, സിലോണിലേക്ക്. ആ മുങ്ങിപ്പോയതിന് അവള് പറയാൻ ഇവിടെ സഹിക്കാൻ വയ്യാത്തോട്ട് പോയാണെന്ന് ആലോചിക്കേ. നിങ്ങളത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവും. ഞായറാഴ്ച എന്റെ എപ്പിസോഡ് കാണുക കേട്ടോ. ഓക്കെ. ശരി.